മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗറും മഞ്ജു ആകെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് ആകെ സന്തോഷം കൊണ്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷം വരികയാണ് കേട്ടോ. സാഗർ പറയും, എന്നോട് പറഞ്ഞിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് മാർക്കോയുടെ കയ്യിൽ നിന്ന്, ഇതാണെന്ന് വിചാരിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൻ സാറ്. ഏതായാലും ശരി, നിങ്ങൾ വാടക വീട്ടിലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ ഇനി മുതൽ ഇവിടെ താമസിച്ചോളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഓ, ഇത്രയും വലിയ വീട് വേണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ, അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ, അളിയനായിട്ട് ഇതുവരെ ഒന്നും തന്നില്ലല്ലോ കണ്ണൻ സാറ്, അതുകൊണ്ട് അങ്ങനെ തന്നതാണെന്ന് കരുതിയാൽ മതി. പിന്നെ ആ വാടക വീട്ടിലെ സാധനങ്ങളൊക്കെ ഞാനും ലോപ്പസും പോയിട്ട് കൊണ്ടുവരാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇനി എന്തായാലും ശരി, സാഗറിന് കമ്പനിയിൽ ഒരു ജോലിയും തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ണൻ സാറ് എന്ന് പറയുമ്പോൾ സാഗർ പറയും, അയ്യോ എനിക്ക് ഡോക്ടറെ വിട്ടിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് സാരമില്ലടോ, അതിന് ഞാൻ നിൽക്കാമല്ലോ, വൈദ്യർക്ക് ഒരു ഡ്രൈവറെ കിട്ടുന്നത് വരയ്ക്ക് ഞാൻ നിൽക്കാം, ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങ് വന്ന് വായോ, വന്ന് നിൽക്കുക എന്ന് പറയണത്. അതിന് ശേഷം മാർക്കും അവരുടെ സാഗറുടെ കയ്യിൽ താക്കോല് കൊടുക്കണം കേട്ടോ. പിന്നീട് നിങ്ങൾ വീട് തുറക്കും രണ്ടുപേരും കൂടിയിട്ട് എന്ന് പറയും. അതിന് ശേഷം സാഗറും മഞ്ജും കൂടിയിട്ട് വീട് തുറക്കണം കേട്ടോ. വീട് കാണുമ്പോൾ തന്നെ ഭയങ്കര വലിയ വീടായിരിക്കും കേട്ടോ. മഞ്ജുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. പിന്നീട് മാർക്കോ പറയും, ശരി എന്നാൽ നിങ്ങളെന്ന് തന്നെ ഇവിടെ താമസിക്കുകയാണെങ്കിൽ താമസിച്ചോളി, ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം വീടിനകത്തെത്തിയ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും കൂടി താമസിക്കുക, ഇത്രയും വലിയ വീടോ എന്ന് പറഞ്ഞിട്ട് അവർ വീടൊക്കെ എല്ലാവരുടെയും ചുറ്റി കണ്ട് നോക്കുകയാണ് കേട്ടോ. അതേസമയം ആശുപത്രിയിൽ ദുർഗാമ്മ പോയിരിക്കുകയായിരിക്കും കേട്ടോ. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ മോഹിനി പോയിട്ട് വാതിൽ തുറക്കണം കേട്ടോ. മോഹിനി ദുർഗയെ കണ്ടത് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. മോളെ ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹി ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ദുർഗാമ്മ അകത്ത് കയറിയതും ഒരേ കരച്ചിലായിരിക്കും കേട്ടോ. എന്താണ് നിങ്ങൾ വെറുതെ കരയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കരുണ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പോയേ ഉള്ളൂ, അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കും കേട്ടോ. അതേസമയം കരുണ വേഗം തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോളെ എൻ്റെ വിശ്വേട്ടനെ കൊന്നതിന് ഞാൻ എങ്ങനെ മോളെ, ഞാൻ ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി മോളെ എന്നെല്ലാം പറഞ്ഞിട്ട് കരയണം കേട്ടോ. പിന്നീട് പെട്ടെന്ന് പോയിട്ട് കുഞ്ഞിനെ നോക്കണം കേട്ടോ. കുഞ്ഞിനെ നോക്കി വന്നിട്ട് വീണ്ടും കൈകൂപ്പുകയാണ് കേട്ടോ. മോളെ എനിക്ക് തെറ്റ് പറ്റി, ഞാൻ ഒരിക്കലും അവരുടെ കൂടെയല്ല, ഞാൻ അറിഞ്ഞിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പറയണം കേട്ടോ. നിങ്ങൾ എന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ മഹി പറയണം കേട്ടോ. അതേസമയം ദുർഗ പറയുന്നുണ്ട്, ഞാൻ കണ്ണനെ എൻ്റെ മോനെ പോലെയാണ് ഞാൻ നോക്കിയിരുന്നത് വിശ്വേട്ടനുള്ളപ്പോഴെന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾ അവരുടെ കൂടെ ചേർന്നിട്ട് കണ്ണേട്ടനെ ഇടുപ്പിന് താഴെ തളർത്തിയില്ലേ എന്ന് മോഹിനിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് മാറിക്കൊടുത്തില്ലേ, ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ലേ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ, അതെല്ലാം അവർ പറഞ്ഞിട്ടാണ് മോളെ, എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തത്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ വിശ്വേട്ടനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയട്ടോ. മഹി വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല മോളെ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, ഇല്ല പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്നും എവിടെയാണെങ്കിലും ഇറങ്ങിപ്പോകാം, ഒരിക്കലും ഞാൻ ആ വീട്ടിലിരിക്കില്ല എന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ഞാൻ മോളെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഉണ്ണി കരുണയും കൂട്ടി അങ്ങോട്ടേക്ക് വരും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഒരിക്കലും കരുണയെ അങ്ങോട്ട് കിടത്താൻ പാടില്ല എന്ന് ദുർഗ പറയണം കേട്ടോ. അങ്ങനെ ദുർഗ ഒരുപാട് കരഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറയണം, കാല് പിടിക്കണ പോലെ പറയണം കേട്ടോ. പക്ഷേ മഹിക്ക് മനസ്സറിയുണ്ട്, അതേപോലെ തന്നെ മോഹിനിക്ക് ഒരിക്കലും മനസ്സറിയുന്നില്ല കേട്ടോ. എന്തായാലും ശരി, നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ആ ദുർഗ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം മോഹിനി മഹാലക്ഷ്മിയും കൂടി സംസാരിക്കണ്ടേ, ഇവരുടെ സ്വഭാവം മാറുകയോ എന്തോ എന്നിങ്ങനെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല അമ്മേ, എന്താ ഇവരുടെ സ്വഭാവം എന്നുള്ളത് അറിയില്ല, ഇവർ സ്നേഹം നടിച്ചിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാനും കണ്ണേട്ടനും എല്ലാ കാലത്തും വീണിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അതേസമയം കോളിംഗ് ബെല്ലടിക്കണം കേട്ടോ. കോളിംഗ് ബെല്ലടിച്ച് സാഗർ പെട്ടെന്ന് തന്നെ പുറത്ത് വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ദുർഗാമ്മ ഇരിക്കണ്ട.
ആരാ അത് എന്നിങ്ങനെ ചോദിക്കും. ദുർഗയെ കണ്ടതും തന്നെ സാഗറാകെ പൊട്ടിത്തെറിക്കണം കേട്ടോ. നിങ്ങളോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആരാ സാഗറേട്ടാ എന്ന് ചോദിച്ചിട്ട് മഞ്ജു പുറത്തേക്ക് വരികയാണ് കേട്ടോ. ദുർഗയെ കണ്ടതും ചോദിക്കും, നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് പോലെ തന്നെ മഞ്ജു പറയുകയാണ് കേട്ടോ. എന്തിനാണ് നിങ്ങൾ വന്നത് മോളെ, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയും കേട്ടോ. നിങ്ങളോട് ക്ഷമ ചോദിക്കാനൊന്നും വേണ്ട, നിങ്ങളുടെ ചെറിയ മരുമോള് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവൾക്ക് വേണ്ടത് കൊടുത്തു, നിങ്ങളെ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. അതേസമയം ദുർഗ നന്നായി കരയുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളുടെ അച്ഛനെ കൊന്ന ആളുടെ കൂടെ ഞാൻ ഒരിക്കലും, എനിക്കറിയില്ല മോളെ, ഞാൻ എന്തായാലും അതിന് നിൽക്കില്ല, അമ്മാവനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയും കേട്ടോ. മഞ്ജു നന്നായി പറയുന്നുണ്ട്, നിങ്ങളിതെല്ലാം അഭിനയമാണ്, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് ആശുപത്രിയിലോട്ട് പോയത്, നിങ്ങൾ ഇനി അവിടെയും കൂടി ആ കുഞ്ഞിനെയും ഞങ്ങളെയും കൂടി ഇല്ലാതാക്കാനാണോ എന്ന് പറയും കേട്ടോ. അതേസമയം സാഗർ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതേ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ അത് നടക്കില്ല എന്ന് സാഗർ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജും പറയുന്നുണ്ട്, എന്നെ കൊല്ലില്ലായിരിക്കും, പക്ഷേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ദുർഗ എത്ര പറഞ്ഞു കരഞ്ഞിട്ടും ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ദുർഗ ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷെ ഇവരാരും മനസ്സിലാക്കില്ല. ഒരിക്കലും നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം നിങ്ങളെ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ കുറേ കാലതാമസം ആവും എന്ന് പറയുകയാണ്. അതിനുശേഷം ദുർഗ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. പിന്നീട് ആശുപത്രിയിൽ ലേഖ വരികയാണ് കേട്ടോ. ലേഖ വന്നിട്ട് പറയും, അമ്മ പൊക്കോളൂ എന്ന് പറയണം കേട്ടോ. ദുർഗ വന്ന കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഇനി നീ ഇവിടെ നിന്നും നേരെ അവിടേക്ക് പോയി കഴിഞ്ഞ് നിന്നെയും കുഞ്ഞിനെ അവരില്ലാതാക്കാൻ ശ്രമിക്കും, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വായോ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹി പറയും, അയ്യോ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ലേഖയെ ഞങ്ങൾ വരിക എന്ന് പറയണം കേട്ടോ. കണ്ണന് 5 തലമുറയ്ക്ക് തിന്നാനുള്ളതുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയും. എല്ലാവരും കൂടി തെറ്റുകളെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണിയും മുത്തശ്ശിയും കൂടി പോകുകയാണ് കേട്ടോ. മുത്തശ്ശിയും ഉണ്ണിയും കൂടി പോയിട്ട് മുത്തശ്ശി കംപ്ലീറ്റ് സ്വർണം എടുത്തിട്ട് ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. മോനെ ഇതാ, ഞാൻ കരുണയ്ക്ക് ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്, ഇതാ ഇനി ഈ സ്വർണം മാത്രമേ ഉള്ളൂ, ഇനി ഒന്നുമില്ല മുത്തശ്ശിയുടെ കയ്യിൽ, എൻ്റെ കയ്യിലും കാലിലും കഴുത്തിലുമുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഭംഗിവാക്ക് പോലെ ഉണ്ണി പറയണം, ഇത് വേണ്ടായിരുന്നു എന്ന്. മുത്തശ്ശി പറയും, വേണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ ഇതിന് നിൽക്കില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കരുത് കേട്ടോ. ഇതേതായാലും നിൻ്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ആ ശരി, നിനക്ക് ലോക്കറില്ലേ ചോദിക്കുക. ഉണ്ട്, സ്വർണം വെക്കണം എന്നുണ്ടെങ്കിൽ കടയിൽ കൊണ്ടുപോകല്ലോ, നിൻ്റെ കടയാണോ അത് എന്ന് ചോദിക്കണം കേട്ടോ. അല്ല, എന്നാലും സ്വർണം വെക്കാലോ എന്ന് പറയും. ഇത് ഒരിക്കലും ആരും അറിയരുത്, കരുണയോ ആരും ഒന്നും അറിയരുത് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുത്തശ്ശിയും ഉണ്ണിയും കൂടി പോവുകയാണ്. കാറിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. വന്ന് ഇറങ്ങിയത് മുത്തശ്ശി പറയും, മോനെ ഞാൻ ഈ തന്നതും ഈ ചെയ്തതും ഒരാളും ഒരിക്കലും അറിയരുത്, കരുണമോളും കൂടി അറിയരുത് കേട്ടോ. എൻ്റെ മോള് അവിടെ എല്ലാ പ്രശ്നവും ഉണ്ടാകും ഇവളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ. കാരണം അവരുടെ അച്ഛനെ കൊന്ന ആളുടെ മോളാണ്, അപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാകും. എൻ്റെ മോളുടെ കൂടെ എൻ്റെ മോൻ വേണം സപ്പോർട്ട്, ഞങ്ങൾ അവൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, അവളുടെ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയണം കേട്ടോ. ശരി മുത്തശ്ശി, അവൾക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കരുണ വരികയാണ് കേട്ടോ. കാറ് വന്നതും ഇവരെ കണ്ടതും ചോദിക്കും, എന്താ മുത്തശ്ശി കാല് പിടിക്കാൻ പോയതാണോ എന്നിങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് വിളിക്കാൻ വന്നതാണ് പറയും. നീ റെഡിയല്ലേ ചോദിക്കും. ആ ഞാൻ റെഡി തന്നെയാണ്, ബാഗ് എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിക്കും കേട്ടോ. മോളെ അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ മോള് അവിടെ കരഞ്ഞുകൊണ്ട് നിന്നാൽ മതി, ആരുടെ അടുത്തും ഒന്നിനും പോവരുത് എന്ന് മുത്തശ്ശി പറയണം കേട്ടോ. ആ വീട് കണ്ണൻ്റെയും മഹിടിയാണ്, അത് കാരണം നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് എൻ്റെ മോൾ അവിടെ നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ ഒന്നും മിണ്ടുന്നില്ല. മോളെ നമുക്കിനി ഒന്നുമില്ല, കാരണം നമ്മൾ കേസ് നടത്തിയിട്ടാണ് പറയും, കേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും, അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ കരുണ ചോദിക്കും, മുത്തശ്ശിയുടെ അടുത്തല്ലേ പറഞ്ഞത് നിറയെ സ്വർണ്ണവും അതുപോലെ ആ വീടും അതൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അതേസമയം മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ണി പറയും, അവിടെ പ്രശ്നമാണ് പറഞ്ഞാൽ മുത്തശ്ശിയുടെ വീട്ടിൽ വന്നിരിക്കാലോ പറയും. അയ്യോ വേണ്ട മോനെ, ഇപ്പം അവിടെ വന്നിരിക്കണ്ട, അവിടെ ആൾക്കാരൊന്നും ശരിയല്ല, അതെന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്, അവിടെ ഉള്ളവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് എൻ്റെ മോൻ അവിടെ വന്നിരിക്കണ്ട എന്ന് പറയും.
അങ്ങനെ ഒരു വഴിയില്ലെങ്കിലേ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കരുണയും കൂട്ടിയിട്ട് ഉണ്ണി പോവുകയാണ് കേട്ടോ. ഉണ്ണി പോകുന്ന സമയത്ത് പകുതി വഴി എത്തുമ്പോൾ മാർക്കോ വരും. മാർക്കോ വന്നിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ പറയണം കേട്ടോ. കരുണയോട് ഇറങ്ങാൻ പറയും. എന്നിട്ട് ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത് ചോദിക്കും. ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കാണ് പറയും. ഉണ്ണിയേട്ടൻ അവിടെ വീടില്ലല്ലോ എന്ന് പറയും. അത് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും വീടാണല്ലോ, നീ എങ്ങോട്ടേക്കാണ് പോണത്? ഇനി നീ ആ കുഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ പോണത് ചോദിക്കും കേട്ടോ. എനിക്കൊരു തെറ്റ് പറ്റി, അതുകൊണ്ടാണ്, മാപ്പാക്കണം എന്നിങ്ങനെ മാർക്കോയോട് കരുണ പറയണ കേട്ടോ. ഇനി മേലിൽ നീ അവിടെ ഒരു പ്രശ്നമുണ്ട്, നിനക്ക് നാണമുണ്ടടി അങ്ങോട്ടേക്ക് പോകാനേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിനെയും അതേപോലെ തന്നെ കരുണനെയും മാർക്കോ ഭയങ്കരമായിട്ട് പറയണ കേട്ടോ. അതിനുശേഷം പറയണ്ട്, ഇനി നീ അവിടെ പോയി വല്ല പ്രശ്നം ഉണ്ടാക്കി എങ്കിൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാർക്കോ പോവുകയാണ് കേട്ടോ. പിന്നീട് കരുണ അവിടെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. കരുണയ്ക്കൊരു മടിയായിരിക്കും. അതേസമയം ഉണ്ണി ഇറങ്ങിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. കയറി സിറ്റൗട്ടിലേക്ക് കയറാത്ത മുമ്പ് ദുർഗ കാണുകയാണ് കേട്ടോ. ദുർഗ കണ്ടതും തന്നെ ദുർഗ ദേഷ്യത്തോട് കൂടിയിട്ട് വരികയാണ്. നീ എങ്ങോട്ടാടാ ഇവളെയും കൊണ്ട് വരുന്നത്? ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല, നിൻ്റെ അച്ഛനെ കൊന്ന അവളുടെ മകളാണ്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അമ്മ, അവളുടെ വയറ്റിലൊരു കുഞ്ഞല്ലേ ചോദിക്കുക. അവളുടെ കുഞ്ഞോ? അവളെ കൊല്ലാൻ പറയുക കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ട് ദുർഗ കരുതുള്ളി പറയണം കേട്ടോ. കണ്ണൻ ഒരിക്കലും സമ്മതിക്കാതെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദുർഗ അവരെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. അതേ സമയത്താണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ദുർഗ ഓടിപ്പോയിട്ട് കണ്ണനോട് പറയും, മോനെ ഇതാ കൊണ്ടുവന്നിരിക്കണോ അവളെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ല മോനെ, എൻ്റെ വിശ്വട്ടനെ കൊന്ന ആളുടെ മോളാണ്, അവളെ നമുക്ക് വേണ്ട, അവളെ പറഞ്ഞയക്കി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ ചോദിക്കും, നിന്നോടല്ലടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത്, ഇവളുടെ മുത്തശ്ശി നിനക്ക് എന്ത് തന്നു, അതാണോ നീ ഇവളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയണം കേട്ടോ. അവൾ കുഞ്ഞുണ്ടെങ്കിൽ ശരി, അവൾ ഇവിടെ നല്ല രീതിക്ക് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ മഹിയും കുഞ്ഞും ഇവിടെ വരും. അതുപോലെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരേ അഭിനയം നടത്തിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയണം കേട്ടോ. കരുണ കണ്ണൻ്റെ മുമ്പിൽ കൈ കൂപ്പിയിട്ട് കരയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ പറയും, മോനെ ഞാൻ അഭിനയമൊന്നുമല്ല, ഞാൻ ശരിക്കും മനസ്സിലായതാണ്, എൻ്റെ വിശ്വട്ടനെ കൊന്നവരിൻ്റെ കൂടെ ഞാനിനി ഒരിക്കലും നിൽക്കില്ല, എനിക്ക് മോൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ ദുർഗ. പക്ഷേ കണ്ണൻ ഒരാളെയും വിശ്വസിച്ചിട്ടില്ല. കണ്ണൻ പറയുന്നുണ്ട്, ഇനി മേലിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി പറഞ്ഞാൽ ഇവളെ മാത്രമല്ല നിന്നെയും കൂടി ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും എന്നിങ്ങനെ കണ്ണൻ പറയണം കേട്ടോ. കണ്ണൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് കരുണ അങ്ങോട്ടേക്ക് കയറുന്നതിന്. പക്ഷേ കരുണ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ്. കരുണ ഒരിക്കലും നേരാവുമെന്ന് നമുക്ക് പ്രതീക്ഷയേ ഇല്ല, എങ്കിലും നമുക്ക് കരുണ ശരിയാവുമെന്ന് വിചാരിക്കാം കേട്ടോ. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.